ഹലോ ഗൈസ്, പുതുവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ഇന്ന് ഏത് സിനിമ കാണാൻ പോകുന്നത്? എനിക്ക് ആരുടെ സിനിമയുടെ സോ നമ്മൾ ലാലേട്ടൻ്റെ ഒരു സീൻസ് ആണ് കാണാൻ പോവുകയാണ് ഗൈസ്. റിവ്യൂസ് പറഞ്ഞത് നമ്മൾ കണ്ടിട്ട് റിവ്യൂ പറയാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ പറയാൻ പോകുന്നത് തുടരും മൂവിയുടെ റിവ്യൂ. നമ്മൾ കണ്ടു വന്നു ഗൈസ്. ആദ്യം അവനെ കാണിക്കടാ. നമ്മൾ കണ്ടുവന്നു റിവ്യൂ പറയുന്നത് അത്രേ ഉള്ളൂ. നമ്മളെ കണ്ടുവന്നു നമ്മൾ കണ്ടുവന്നു ഗൈസ്. അപ്പൊ ഓക്കെ ഗൈസ്, അതല്ല വിക്കിയുടെ റിവ്യൂ ആയിരിക്കും നിങ്ങൾ ആദ്യം കേൾക്കണം. കാരണം വിക്കി ഒരു മോളിവുഡ് ഫാൻ അല്ല, പിന്നെ മോഹൻലാലിന്റെ ഭയങ്കര ആരാധകനല്ലല്ലോ. സോ കുറച്ചുകൂടി ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ കിട്ടും. റിവ്യൂ ഫ്രം മോഹൻലാൽ. மாலிவுட் வந்துட்டு எனக்கு ரொம்ப பிடிச்சது. இவன் வந்துட்டு போய் சொல்றேன், நீங்க அது ரொம்ப அப்படி சொல்லல. இப்ப நான் வந்து கோலிவுட் ரிவ்யூ சொல்றேன்னா கொஞ்சம் ஜென்யூனா இருக்கும். நீ வந்து மாலிவுட் ரிவ்யூ சொல்லும்போது கொஞ்சம் ஜென்யூனா இருக்கும். So you guys have to hear the genuine review first. That's what I said. അങ്ങനെ പറഞ്ഞാലും പറ. நீயே வேணாம். என்னன்னா வந்துட்டு போறதுக்கு முன்னாடி ദൃശ്യം പടം மாதிரி இருக்கும் அப்படின்னு. ഇവൻ ഒരു ഏത് ജോണറാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ദൃശ്യം പോലത്തെ ഒരു പടം. പക്ഷെ അങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കണ്ട, അങ്ങനെ ഒന്നുമില്ല. പക്ഷെ இல்ல, நான் ஏன் மலையாளத்துல பேசுறேன், அது என்ன அந்த ஜானர் அப்படின்னா. ஸோ அந்த எக்ஸ்பெக்டேஷன்ல நான் போனப்போ மூக்க மாட்டல வேணாம், அந்த எக்ஸ்பெக்டேஷன்ல போனப்போ ഇറ്റ് വാസ് നൈസ്. അപ്പൊ നമ്മള് നടന്നു പോകുമ്പോഴാണ് ഇവൻ പടത്തിന്റെ ട്രെയിലർ കണ്ടത്. ட்ரெய்லரே பார்த்தேன். ட்ரெய்லர் பார்த்துட்டு ட்ரெய்லர்லேயே ஃபர்ஸ்ட் ஹாஃப் செகண்ட் ஹாஃப் மாதிரி இருக்குது. ஸோ அது நல்லா இருந்துச்சு. போயிட்டு அந்த விஷுவல்ஸ், அதுக்கப்புறம் மியூசிக் தான் எனக்கு ரொம்ப 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 பிடிச்சது. மியூசிக்கோட சவுண்ட் எஃபெக்ட், மியூசிக்கோட சவுண்ட், பேக்ரவுண்ட் ஸ்கோர் பயங்கர சீன் ஆയിരുന്നു. பயங்கரமா பவர் பேக்ட் ஆயிடுது. நீ போய் பார்த்தீங்க கூஸ் பம்ஸ். ஒரு சீரியஸாக சொல்கிறேன், சும்மாலாம் சொல்லலை, சீரியஸாக. மோகன்லால் ஒரு ஃப்ரேமில் வச்சுட்டு ஆக்சுவலாக கம்பேர் பண்ணி காட்டலாம். ஃபர்ஸ்ட் இன்ட்ரோவில் மோகன்லால் பேர் போடும்போது ஒரு விஷுவல் வரும், செகண்ட் ஹாஃபில் மோகன்லாலோட ஃபேஸே வரும். அப்படி கூஸ் பம்ஸ், அப்படி ஒரு கூஸ் பம்ஸ் பார்க்கும்போது செம்மையாக இருந்துச்சு. செம்ம வேற லெவல், எனக்கு பிடிச்சிருந்துச்சு அப்படி சொல்லலாம். நீங்கள் உடனே அதுக்கப்புறம் பார்த்துட்டு நல்லா இல்லைன்னா வந்துடக்கூடாது. பாலிவுட் ஃபிலிம் வந்துட்டு இட்ஸ் நாட் ஃபிலிம், இட்ஸ் மோர் ரிலேட்டட் டு ரியாலிட்டி. இவங்களை வந்து நம்பவே நம்பாதீங்க, ஹீரோவை காப்பாற்றவே மாட்டேன்றானுங்க, ரொம்ப இது பண்றானுங்க. സ്പോയിലർ അല്ല ഗൈസ്. ഇവൻ പറഞ്ഞ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കോളിവുഡിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഹീറോ വലിയ സംഭവമായിരിക്കും. പക്ഷെ നമ്മുടെ ഇപ്പൊ നായാട്ട് പടങ്ങളൊക്കെ ഉള്ള പോലെ ഇവൻ കുറെ പടങ്ങൾ കണ്ടു. ഇരട്ട, നായാട്ട്, പിന്നെന്താ ജോസഫോ, അതായത് ഏതൊക്കെയുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ചെക്കന് ഭയങ്കര എന്താടിച്ചെന്ന് ദേഷ്യപ്പെട്ടു എന്നല്ല, ഇവൻ ഭയങ്കര സാഡ് അടിച്ചു ഗൈസ്. കാരണം കോളിവുഡ് പടം കണ്ട് ആ ഒരു ഫീലായിരിക്കും ഇവൻ നിക്കണേ. അപ്പൊ നമ്മുടെ ഫുള്ള് സാഡ് എൻഡിങ് കൊടുത്ത് കഴിഞ്ഞപ്പോ ഇവന് വിഷമായി. അതാണ് ഇവൻ എക്സ്പ്രസ് ചെയ്തത്. അല്ലാണ്ട് ഈ പടത്തെ കുറിച്ചല്ല ഇവൻ പറഞ്ഞത്. ഇത് സ്പോയിലറേ അല്ല. ഇനി ഇവൻ പറയും. പറയടാ. എനിക്ക് ഇഷ്ടമായി പടം, അടിപൊളി പടം, അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാൻ. നിങ്ങൾ കാണു ഗൈസ്. ഗൈസ്, ഇത് എന്താ പറയാ, ഒരു തരുൺമൂർത്തി സംഭവമാണ് ഗൈസ്. തരുൺമൂർത്തി ഡയറക്ഷൻ, സീൻ, മ്യൂസിക്. മോഹൻലാൽ പിന്നെ ഒന്നും പറയണ്ട. മോഹൻലാല് വില്ലൻ വരുന്നുണ്ട്. വില്ലനിസം, പീക്ക് വില്ലനിസം. அவர் யாருன்னு தெரியுமா? ஆட் டைரக்டர் வோடாஃபோன் அந்த சூசு ஆட் இருக்குல்ல, அந்த ஆட் டைரக்டர். சும்மா வில்லன் வேற ഉണ്മയെ ഉണങ്ങി ഇറിറ്റേറ്റ് ആവർമിച്ചു സെക്കൻഡ് ഹാഫിൽ. നമുക്ക് അങ്ങോട്ട് ദേഷ്യം ഇങ്ങനെ പിടിച്ച് നമ്മൾ തന്നെ അടിക്കാന്നുള്ള ഒരു ഫീൽ വരും. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഒരു ഡയലോഗ് പറയും. ആ ഡയലോഗ് പറയുമ്പോൾ നമുക്ക് ചൊറിഞ്ഞു കയറാം. ഹലോ, ആ ഡയലോഗ് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു കയറും. അതാണ് സാധനം. ഫസ്റ്റ് ഹാഫിൽ நல்லா இருந்துச்சு, സെക്കൻഡ് ഹാഫിൽ அந்த அளவு சொல்லுவான் போற ഇറിറ്റേറ്റ് ആയിരുന്നു ഇവിടെ பார்த்து. അതാണ് അത് ഭയങ്കര വില്ലനസ് ആയിരുന്നു. പിന്നെ ജെയ്ക്സ് ബിജോയിന്റെ മ്യൂസിക് ഒരു രക്ഷയില്ല. നമ്മുടെ ആ ഒരു മ്യൂസിക് ഉള്ള ആ ഒരു പടത്തിന് കൊടുക്കുന്ന ഒരു എഫക്റ്റ് സീനാണ് ഗൈസ്, അല്ലേ? പിന്നെ എഡിറ്റിംഗ് വൈസും കൊള്ളാം. സിനിമാറ്റോഗ്രാഫി, എഡിറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞു.
ഇതില് നൈറ്റ് ഷോട്ട്സ് വരും, കുറച്ച് ഡ്രോൺ വെച്ചിട്ട് നൈറ്റ് ഷോട്ട്സ് ഞാൻ മലയാളത്തിൽ ഇത് വേറെ കണ്ടിട്ടില്ല. സീൻ എന്നൊക്കെ പറഞ്ഞല്ലേ, ആ കാടൊക്കെ ലാസ്റ്റ് പോക്കും ഡ്രോൺ അടിപൊളി സീന. അത് ഡ്രോൺ ഷോട്ട് പ്ലസ് അതിന്റെ എഡിറ്റിങ്ങിനും ക്രെഡിറ്റ് കൊടുക്കണം, കാരണം അത് കളർ ഗ്രേഡ് ചെയ്ത് ആരും മാച്ച് ചെയ്തേക്കുന്നത് സീനായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ് ഇതാണ് തുടരും എന്നുള്ള കുറച്ചൊരു റിവ്യൂ. സോ തുടരും കണ്ടിന്യൂ. അതുകൊണ്ട് പാട്ടൊന്നുമില്ല. സോ ഗൈസ് ഇത് എല്ലാരും പറഞ്ഞ പോലെ മോഹൻലാൽ മോളിവുഡിൽ തുടരും. അത്രയുള്ള ഗൈസ് അല്ലേ? ബൈ ഗൈസ്, നാളെ കാണാം.